ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഡീമൺ സ്ലേയറിനെ കുറിച്ചാണ്. അതിന് ആനിമ കണ്ടന്റ് കേൾക്കാനും കാണാനും താല്പര്യമുള്ള ഒരു ആനിമ ലവറാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ നടക്കുന്നത് തൈഷോ പീരീഡിലെ ജപ്പാനിലാണ്. ഡീമൺ സ്ലേയർ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ഒരു സീക്രട്ട് ഏജൻസി കാലങ്ങളായിട്ട് ഡീമൺസുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരിൽ നിന്നാണ് ഡീമൺസ് ഉണ്ടാവുന്നത്. ഈ ഡീമൺസിനൊക്കെ പ്രത്യേക രീതിയിലുള്ള കഴിവ് കണ്ടുവന്നിരുന്നു. വളരെ രീതിയിലുള്ള ശക്തിയും റേപ്പർ റീജനറേഷനും ബ്ലഡ് ഡീമൺ ആർട്ട് എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള കഴിവും ഇവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. വിസ്റ്റീരിയ എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള പൂവിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത പോയിസൺ കൊണ്ടും ഈച്ചീറിൻ എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള അലോയ് കൊണ്ടുണ്ടാക്കിയ വെപ്പൺസ് കൊണ്ടും ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ട് മാത്രമായിരുന്നു ഇവരെ കൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഡീമൺ സ്ലേയേഴ്സ് തികച്ചും മനുഷ്യരാണ്, പക്ഷേ അവരെ പ്രത്യേക രീതിയിലുള്ള ബ്രീത്തിങ് സൈക്കിൾസും ടെക്നിക്സും കാരണം അവരെ വേറിട്ട് നിർത്തുന്നു. ഇതെല്ലാം ഡീമൺ സ്ലേയേഴ്സിന് ഡീമൺസിനെ എഫക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി നേടിക്കൊടുക്കുന്നു. ഏറ്റവും ഉയരത്തട്ടിലുള്ള ഡീമൺ സ്ലേയേഴ്സിനെ ഹാഷിറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹാഷിറ എന്നത് ഒരു സ്ഥാനപ്പേരാണ്. ഡീമൺ സ്ലേയർ കോർപ്പറേഷനിലെ ഏറ്റവും ഉയരത്തട്ടിലുള്ള സ്ഥാനത്തിരിക്കുന്ന ആളെയാണ് കോമൺലി ഹാഷിറ എന്ന് വിളിക്കുന്നത്. ഹയർ ലെവലിലുള്ള 50 ഡീമൺസിനെ കൊല്ലുകയോ 12 കീസുകിയിൽ ആരെങ്കിലും കൊന്നാൽ ഹാഷിറ എന്ന സ്ഥാനം കിട്ടുന്നതാണ്. ടാൻജിറോ കമോഡ എന്ന് പറയുന്ന പയ്യനാണ് കേന്ദ്ര കഥാപാത്രം. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.